പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒപ്പം അവർ റിപ്പോർട്ടറിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിലും സമാനമായി തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതി ലഭിച്ച ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? സുജയ, രാവിലെ 8 മണിയോടുകൂടിയാണ്, 8 മണിക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കും ഈ വീട്ടമ്മ പരാതി ഇമെയിലായി അയക്കുന്നത്. പക്ഷേ ഏകദേശം 7 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ പരാതിയിൽ യാതൊരുവിധ നടപടികളും എടുക്കുവാൻ വേണ്ടി സംസ്ഥാന പോലീസോ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഒരു വീട്ടമ്മയാണ് താൻ അനുഭവിച്ച യാതനകൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞത്. കൃത്യമായി സമൂഹത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നീതി നൽകേണ്ടുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഒരു ജില്ലയുടെ SP ഉൾപ്പെടെ ഇതിൽ ആരോപണ വിധേയനാണ്. അവർക്കെതിരെയാണ് രേഖാമൂലം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ പോലീസ് അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല എന്ന് വേണം പറയാൻ. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ പരാതിയുടെ കഴമ്പ് അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പോലീസിൽ നിന്ന് അല്ലെങ്കിൽ PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ലാതെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് പരാതിയിലേക്ക് അല്ലെങ്കിൽ പരാതി അന്വേഷിക്കുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം തന്നെ അതിൻ്റെ അന്വേഷണ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുന്നതാണ്. നമ്മൾ അതാണ് സാധാരണഗതിയിൽ കണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പരാതി വന്നതിന് ശേഷം ഈ പരാതിയിന്മേൽ അല്ലെങ്കിൽ ഈ പരാതി ചില ഗൂഢാലോചനകളുടെ ഭാഗമാണ് എന്നൊക്കെ പറയപ്പെടുന്നത്. എങ്കിൽ അതെങ്കിലും അന്വേഷിക്കേണ്ട അത്തരമൊരു അന്വേഷണത്തിലേക്ക്, യാതൊരുവിധ അന്വേഷണത്തിലേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ പോലീസ് സേനയെ മാനം കെടുത്തുന്ന അല്ലെങ്കിൽ നാണം കെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നത്. പ്രത്യേകിച്ച് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ആദ്യഘട്ടത്തിൽ ഇത്തരം വലിയ ആരോപണങ്ങൾ വന്നിട്ടും സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുവാനോ ഒരു ഇടപെടൽ നടത്തുവാനോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. DIG അന്വേഷണം നടത്തി DGPക്ക് റിപ്പോർട്ട് കൈമാറുന്നു. തുടർന്ന് DGP റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. എന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് DGP മലപ്പുറത്തേക്ക് കൃത്യമായി ഇടപെടുകയും ഈ SP സർവീസിലുണ്ടായിരുന്ന സമയത്തെ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുകയും അതിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് വീണ്ടും ഒരു നിർദ്ദേശം അല്ലെങ്കിൽ റിപ്പോർട്ടായി തന്നെ നൽകുന്നു. ഇത്തരം ഗുരുതര വീഴ്ചകൾ കാണുന്നുണ്ട്, നടപടിയെടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന്. തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി SP സുജിത് ദാസിനെതിരെ ഇത്തരമൊരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നീങ്ങുന്നത്. പക്ഷേ ഈ ഒരു വീട്ടമ്മ ഈ സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ച് രേഖാമൂലം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ട് നിലവിൽ ഇതുവരെയും ഒരു കേസെടുക്കുവാനോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുവാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രാഥമിക പരിശോധനയുടെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് എന്ന്. സാധാരണ അത്തരം ഒരു നടപടിക്രമം ഇല്ല. ഒരു വനിത കേസ് അന്വേഷിച്ചാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ FIR രജിസ്റ്റർ ചെയ്ത് ആ കേസ് നടപടി ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് CIക്കെതിരെയും അതുപോലെ തന്നെ DYSPക്കെതിരെയും SP-ക്കെതിരെയും ഒരു ജില്ലയിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ച യാതന, തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിനപ്പുറം തന്നെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കുവാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആ വീട്ടമ്മ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ടും ഈ ഒരു പരാതിയിൽ കഴമ്പ് അല്ലെങ്കിൽ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പരാതിയിൽ ആരോപണ വിധേയരായവർക്കെതിരെ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്നോ ഒരു ഇടപെടൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വരും സമയങ്ങളിൽ അത്തരമൊരു നടപടിക്രമം അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിപ്പോഴുമുണ്ട്. അത് മാറ്റി നിർത്താനാകില്ല. കാരണം സമാന സാഹചര്യത്തിലുണ്ടായ പരാതികളിലെല്ലാം സർക്കാർ ഇടപെടുകയും അത് റിനോ ശ്രീധർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റിനോ നോക്കൂ, ബംഗാളി നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് അല്ലെങ്കിൽ അവർ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ അവർ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ടറിലൂടെ അവർ വിശദമായ അഭിമുഖം നൽകിയതാണ്. അതിൽ അവർ പറഞ്ഞത് തനിക്ക് അഹിതമായ സ്പർശനം തൻ്റെ ദേഹത്തുണ്ടായി എന്നാണ്. അത് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനായി തനിക്ക് തോന്നി. അത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സ്പർശനം എന്ന രീതിയിലാണ് ആ പരാതി വന്നിരിക്കുന്നത്. അതിന്മേൽ കൃത്യമായി കേസെടുക്കുകയാണ്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ ഉടൻ തന്നെ പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു, കേസെടുക്കുന്നു. MUK
മുകേഷ് MLA-ക്കെതിരെയുള്ള കാര്യത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? പരാതിക്കാരിയുടെ വീട്ടിൽ പോയി പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുന്നതാണ് കണ്ടത്. ഇടവേള ബാബുവിനെതിരെ അങ്ങനെ ഓരോരുത്തർക്കുമെതിരെ വരുന്ന ആരോപണങ്ങളിൽ മാധ്യമങ്ങളിലാണ് ആദ്യം ആ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതിനുശേഷം അവർ ഔദ്യോഗികമായി ഇത് പോലീസ് സംവിധാനങ്ങളിലേക്ക് ഇമെയിലായി പരാതിയായി അയക്കുന്നു. അതിന്മേൽ കേസെടുക്കുന്നു. പിന്നീട് ഇപ്പോൾ അവർ മുൻകൂർ ജാമ്യമൊക്കെ തേടി നിൽക്കുകയാണ്. ഇവിടെ നോക്കൂ, ആ പരാതിക്കാരി ഇന്ന് രാവിലെ 7:30-ക്ക് ശേഷമാണ് റിപ്പോർട്ടറിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനുശേഷം അവരുടെ പരാതി ഇമെയിലായി മുഖ്യമന്ത്രിയുടെയും DGP-യുടെയും മുന്നിലെത്തിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ട്. അതിൽ മറ്റ് കേസുകളിൽ കണ്ടതുപോലെയുള്ള ഒരു വേഗം നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണ്? അത് പ്രതി പോലീസ് ആയതുകൊണ്ടാണോ? കുറ്റാരോപിതൻ പോലീസ് ആയതുകൊണ്ടാണോ? പോലീസിനെതിരെ പരാതി വന്നതുകൊണ്ടാണോ അതിന്മേലൊരു അമാന്തമുണ്ടാകുന്നത്? മറ്റ് ആരോപണങ്ങളിൽ, മറ്റ് വെളിപ്പെടുത്തലുകളിൽ ഈ പരാതിക്കാരിയുടെ സ്വഭാവത്തെക്കുറിച്ച്, പരാതിക്കാരി ഹണിട്രാപ്പുകാരിയാണോ എന്നൊന്നും വെളിപ്പെടുത്താനൊന്നും ആ ആരോപിതരായ വ്യക്തികളാരും അതിനെക്കുറിച്ചൊന്നും മുതിരുന്നതേയില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ പലരും പറഞ്ഞപ്പോഴും ഈ ആരോപിതരായ വ്യക്തികൾ വന്ന് വാർത്താസമ്മേളനം നടത്തുന്നില്ല. ഇവിടെ പക്ഷേ നോക്കൂ, ഇവിടെ ആരോപിതനായ CI തന്നെ വന്നിട്ട് പറയുകയാണ് ഈ പരാതിക്കാരിയെക്കുറിച്ച്. പരാതിക്കാരി ഹണിട്രാപ്പുകാരിയാണ്, അങ്ങനെ രഹസ്യ വിവരം കിട്ടി, പക്ഷേ ആ വിവരങ്ങളൊന്നും ഇദ്ദേഹം കൈമാറിയിട്ടില്ല. ഇവിടെ ഈ പരാതി കൃത്യമായി ഒരു കേസായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണല്ലോ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിലുണ്ടായിരുന്ന വേഗം. അതെന്തുകൊണ്ട് ഈ വേഗം ഇവിടെയില്ല? തീർച്ചയായും സുജയ, കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളാണ്, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിടുമ്പോൾ പോലീസ്, അതായത് ഇപ്പോൾ നിലവിലെ ഭരണകക്ഷി MLA-ക്ക് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. മണിക്കൂറുകൾക്കകം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനെ, വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അവർ ഇപ്പോഴും അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ മലപ്പുറത്തെ ഈ വീട്ടമ്മ ഇത്തരമൊരു വലിയൊരു ആരോപണം അല്ലെങ്കിൽ വലിയൊരു പരാതി, താൻ അനുഭവിച്ച യാതനകളെക്കുറിച്ച് കൃത്യമായി എഴുതി നൽകുന്ന, രേഖാമൂലം പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായത്. പക്ഷേ സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിക്കുന്നു എന്ന് തന്നെ പറയാം. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, വനിതാ കമ്മീഷൻ പോലും സ്വയമേ കേസെടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാരിന് പോലും ഈ പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു വനിതാ മാധ്യമങ്ങളുടെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും നമ്മൾ പല കേസുകളിലും കണ്ടതാണ്. പക്ഷേ പരാതി എഴുതി നൽകിയിട്ട് പോലും ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ ഇതിൻ്റെ ഒരു അന്വേഷണ നടപടികളിലേക്ക് കടക്കുകയോ സംസ്ഥാന സർക്കാരോ പോലീസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത്. അതായത് SP ഓഫീസിലേക്ക് അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. വനിതകൾ അതായത് രാഷ്ട്രീയ നേതാക്കളടക്കം, സാമൂഹ്യ പ്രവർത്തകർ അടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അവർ പലരുമായി സംസാരിക്കുന്നു, സംവദിക്കുന്നു. നമ്മളോട് തന്നെ പല പ്രതികരണങ്ങൾ പലരും തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ 8 മണിക്കൂറോളം പിന്നിടുമ്പോഴും ഒരു രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് പോകാനും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഒരു മോശ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരം ഒരു പരാതി ലഭിച്ചാൽ ആദ്യഘട്ടം ചെയ്യുന്നത് ഒരു FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്ത് ആ അന്വേഷണത്തിന്റെ ആദ്യ കടമ്പയിലേക്ക് കടക്കും. 164 സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഈ ഇരയിൽ നിന്ന് അല്ലെങ്കിൽ ഈ വീട്ടമ്മയിൽ നിന്ന് തേടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതിനു മുന്നോടിയായി തന്നെ അന്വേഷണത്തിന്റെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് ലോക്കൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. പക്ഷേ ഇവരുടെ പക്കലേക്ക് അല്ലെങ്കിൽ ഇവരുടെ അടുക്കളേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി നൽകാൻ തയ്യാറായി എന്ന് വിളിച്ചു ചോദിക്കാൻ പോലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് പോലീസിന് തന്നെ നാണം കെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്തുണ്ടെങ്കിലും ഈ പരാതി അത് ഗൂഢാലോചനയുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പരാതി ശരിയാണെങ്കിലും എന്തു തന്നെയായാലും ഇത്തരമൊരു പരാതി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അടക്കം എഴുതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പരാതിക്കാരി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പരാതിക്കാരിയോട് അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിൾ എന്നാണ് താൻ വിളിക്കുന്നത്. അപ്പോൾ ആ അങ്കിൾ എന്ന് വിളിക്കുന്നതിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണോ? സമാനമായ രീതിയിൽ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന പരാതികളിൽ കാണുന്ന തിടുക്കം, പോലീസ് സേനയ്ക്കുള്ളിലെ 3 പേർക്കെതിരെ ബലാത്സംഗ ആരോപണം വന്നപ്പോൾ 2 പേർ ബലാത്സംഗം ചെയ്തുവെന്നും ഒരാൾ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ചുവെന്നുമുള്ള ആരോപണം വരുമ്പോൾ സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളിൽ കണ്ട വേഗത എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. എന്താണ് എടുക്കാൻ പോകുന്ന നടപടി? ഈ വിഷയം എന്തുകൊണ്ട് ഏറ്റെടുത്ത കാര്യമായി അതിന്മേൽ നടപടി എടുപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ മറ്റ് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകുന്നില്ല? പ്രതികരണങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ ആശാവഹവുമാണ്. നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ നിൽക്കുകയാണ്. സിനിമാ മേഖലയിലെ ഒരു സ്ത്രീ വന്ന് വെളിപ്പെടുത്തുന്നതും ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ വന്ന് വെളിപ്പെടുത്തുന്നതും ഒരേ ക്രൈമിനെ കുറിച്ചാണ്. ബലാത്സംഗത്തിന് മറ്റ് നിർവചനങ്ങൾ ഇല്ല സാർ. ബലാത്സംഗം
സംഭവമാണ് നടന്നത് എന്ന് ഒരു സ്ത്രീ വന്ന് പരാതി നൽകിയാൽ അത് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകണം, അത് അന്വേഷിച്ചിട്ട് അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്, പൊരുൾ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുകയാണ് വേണ്ടത്. ഒരു തെറ്റായ ആരോപണമാണ് അവർ ഉന്നയിച്ചതെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവർ കൃത്യമായി പറയുന്നു തന്റെ വീട്ടിൽ വന്ന് തന്നെ പീഡിപ്പിച്ചുവെന്ന്, അതിന് സാക്ഷിയാണ് താനെന്ന് മറ്റൊരു സ്ത്രീ പറയുന്നു. അതിന്റെ വാസ്തവം എന്താണെന്ന് വ്യക്തമാകണമെങ്കിൽ അതിൽ കേസെടുത്ത് അന്വേഷണം നടക്കേണ്ടതല്ലേ എന്ന സാമാന്യ ചോദ്യമാണ്, സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഇപ്പോൾ വെക്കുന്നത്. പോലീസ്